അപ്പോൾ വരും എല്ലാവരും വരും. സ്വാഗതം. എന്താ പറയാ, ഭയങ്കര ഒരു ആത്മബന്ധാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അല്ലേ. ഒരു പാർക്ക് ഞങ്ങളെ വീട്ടിലുണ്ടായില്ലേ. അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിക്കണത് എല്ലാരും കൊറേ കാലങ്ങൾക്ക് മുമ്പ് ചോദിച്ചു നമ്മളെ ഹൗസ് ടൂർ ആയിട്ടാണ് അല്ലേ. ഹൗസ് ടൂർ അല്ല കേട്ടോ, ഹോം ടൂറാണ്. അപ്പോൾ ഞങ്ങള് പനിയൊക്കെ പിടിച്ച് കിടക്കിയിരുന്നു കേട്ടോ. അപ്പോൾ സൗണ്ടിലൊക്കെ ചില വ്യത്യാസം ഉണ്ടാവും. എന്നാലും നമ്മളിന്ന് ഹോം ടൂർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഹോം ടൂർ കാണണ്ടേ, തുടങ്ങല്ലേ. അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്നാണ്ട് നമ്മളെ പെരയ്ക്ക് പോവാണ് കേട്ടോ. നമ്മളെ വീട് എന്ന് പറയുമ്പോൾ ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, നല്ല അടിപൊളി പൂന്തോട്ടമാണ് കേട്ടോ. അല്ലേ, മോളൂന് പുച്ചാട്ടോ ഞാൻ പൂന്തോട്ടം എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ കുടിയിരുന്നിട്ട് 7 വർഷമായി കേട്ടോ. പിന്നെ ഇത് 1.5 സെൻറ്റാണ്. 1.5 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ നമ്മളെ വീടുള്ളത്. അപ്പൊ ഇതാണ് നമ്മളെ വീടിന്റെ മുൻവശം. മുൻവശത്ത് നിന്ന് കുറച്ചിങ്ങനെ പോയാൽ പിന്നെ ബാക്ക് വശം ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ കാർ പോർച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് 3 വണ്ടിയോട്ടുള്ളത്. ഒന്ന് ഈ കാറ്, ഒന്ന് ഈ സ്കൂട്ടി, പിന്നെ ആ സൈക്കിള്. അത് നമ്മളെ റിഷുവിന്റെ സൈക്കിളാണ്. വേണമെങ്കിൽ ഇനി വെച്ച് ഓടിച്ചാ അല്ലേ, ആർക്കും വേണേലും ഉപയോഗിക്കാം. വേണമെങ്കിൽ ഉമ്മച്ചിക്ക് ഉപയോഗിക്കാം, ഇനിയിപ്പോ പപ്പക്കും തന്നെ ഉപയോഗിക്കാം. പെട്രോൾ ലാഭിക്കാലോ. പിന്നെ നമ്മൾ കിട്ടുന്നിടത്തൊക്കെ മണി പ്ലാന്റ് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പൈസക്കൊന്നും ബുദ്ധിമുട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടോ, ഇതിൻ്റെ ഒരു ക്രൈസാണ്. ഇത് മണി പ്ലാന്റ് മാത്രമല്ലല്ലോ കേട്ടോ, ചെടികൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ ഞാനും തന്നെ എല്ലായിടത്തും ചെടിയൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കാർ പോർച്ചൊക്കെ ഉണ്ടാക്കിയപ്പോൾ എന്താണെങ്കിലും നമുക്ക് ചെടിയൊക്കെ വെക്കാൻ സ്റ്റാൻഡും ഉണ്ടാക്കി തന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചെടിച്ചട്ടിയൊക്കെ വെച്ച് നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. ചെടിക്കൊരു കുറവും ഉണ്ടാവരുത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 2 മണിക്കാണ് കേട്ടോ ഈ ഹോം ടൂർ എടുക്കുന്നത്. നട്ടുച്ച വെയിലത്ത് നട്ടപ്പിരാന്ത് എന്നൊക്കെ പറയുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു മൂച്ചിവിടെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ചോട്ടിൽ നിന്നിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മോളൂന് 3:30 ട്യൂഷന് പോകണം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എടുക്കുകയെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി വീട്ടിലേക്ക് കയറണ്ടേ. നമ്മളെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും സിറ്റ് ഔട്ട് പോലെ തന്നെ കേട്ടോ. അല്ലല്ലേ, കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മളത് കുഞ്ഞ് സിറ്റ് ഔട്ട് ആട്ടോ. നമ്മളത് സിറ്റ് ഔട്ട് മാത്രമല്ല, നമ്മളതൊക്കെ കുഞ്ഞാണ്. കൊച്ചു ഫാമിലിൻ്റെ കൊച്ചു വീടാണ് കേട്ടോ അത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ സിറ്റ് ഔട്ട്. നമ്മൾ സ്കിറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ. പിന്നെ വലിയ വ്യത്യാസമൊന്നും ഇല്ല അല്ലേ. പിന്നെ ആകെ ഒരു വ്യത്യാസം എന്ന് പറയാൻ നമ്മൾ പെയിൻറ്റ് അടിച്ചു കേട്ടോ. കുറേ കാലമായിട്ട് പെയിൻറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഏതായാലും ഇപ്പോൾ പെയിൻറ്റ് ചെയ്തു. അപ്പോൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞേക്കാൻ നമ്മൾ ഹോം ടൂർ എടുക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ, ഇൻഡോർ പ്ലാന്റ്. നമുക്ക് പോയോ കലേ ഉള്ളിക്ക് ഇങ്ങനെ പറയുന്ന കേട്ടാ തോന്നും മോളുവോ. ആരും നമ്മളെ വീട് കണ്ടിട്ടില്ല, എല്ലാവരും കണ്ടത് തന്നെയല്ലേ. പിന്നെ സ്കിറ്റിലൊക്കെ കണ്ടതാണ്, അതുപോലെ ഡേ മൈ ലൈഫിലൊക്കെ. അപ്പോൾ വരും എല്ലാവരും വരും. സ്വാഗതം. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ വന്നിരിക്കുന്നത് ഡൈനിങ് ഹാൾക്ക് കേട്ടോ. ഡൈനിങ് ഹാൾക്ക് പോണതിൻ്റെ മുമ്പ് ഇങ്ങനെ ഒരു കൊറിഡോർ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ സെറ്റപ്പൊക്കെ റെഡി ആക്കിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മുകളിലുണ്ട് മണി പ്ലാന്റ്സ് വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ നേരെ ഡോറ് തുറന്നിട്ട് ഇങ്ങനെ ഒരു കൊറിഡോറിൽ കൂടെ അങ്ങനെ പോയിട്ട് പിന്നെ പോണത് ലിവിങ് റൂമൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ ലിവിങ് റൂമുകൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടി കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ ഓഫീസ് റൂം. നമ്മളെല്ലാ വീഡിയോയിലും ഇൻട്രോയിലും എൻ്റെ റീൽസിലും ഒക്കെ ഉണ്ടാവുന്ന റൂമാണിത്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാ ഓഫീസ് റൂമത്തെയും പോലെ ഇവിടെ ഉണ്ട് ഒരു സോഫ മാത്രമല്ല, കുഞ്ഞു തലക്കിണികളും ഉണ്ട്. ഇതൊക്കെ തലക്കിണികളല്ല കേട്ടോ, പില്ലോസാണ് കേട്ടോ. നമുക്ക് നമ്മൾ സ്നേഹമുള്ളവരെ എന്ത് വേണേലും വിളിച്ചാലും അല്ലേ. നമ്മൾ പെയിന്റ് ചെയ്തപ്പോൾ നമ്മളെല്ലാ റൂമിലും ഒരു ചുമര് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത് സ്റ്റുക്കോ ആണ്. അപ്പോൾ നമ്മൾ പെയിന്റ് ചെയ്ത ആളെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, വാട്സാപ്പ് നമ്പറൊക്കെ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ റിഫ്ലക്ട് ചെയ്യും, അതായത് ഇങ്ങനെ പ്രതിഫലിക്കും എന്ന് പറഞ്ഞാണ് കേട്ടോ അത് ചെയ്ത്. കുറച്ചൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്, കൂടുതലൊന്നും പ്രതിഫലിക്കണില്ല. അത് നമ്മളെ ലൈറ്റിൻ്റെ പ്രോബ്ലം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നല്ല മിനുസാണ്. പെയിന്റ് ചെയ്തതാണെന്ന് അറിയാത്തവർക്ക് അറിയില്ലല്ലേ, ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നല്ല മിനുസായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ, ചിലതൊന്നും പറയാൻ അറിയില്ല.
പിന്നെ നമ്മളിവിടെ ബാംബൂ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ലക്കി പ്ലാന്റ്സ്. നമുക്ക് ഇനിയിപ്പോൾ ഭാഗ്യമൊന്നും ഇല്ലാതിരിക്കേണ്ട എഴുതിയിട്ട് എല്ലാം നമ്മൾ വെച്ചിരിക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കുറവും വേണ്ട എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ പ്ലേ ബട്ടനൊക്കെ ഇവിടെ കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോ ഇവിടെ ഒരു പ്ലേ ബട്ടനും കൂടി വരും മോളുവിന്റെ. അതെ, ഏകദേശം കിട്ടാനായി കൊണ്ടിരിക്കണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ അല്ലെങ്കിൽ അവിടെ സെറ്റ് ചെയ്യണം. ഇപ്പൊ ഇതാണ് നമ്മളെ പ്ലേ ബട്ടൺ. പിന്നെ നമുക്ക് യൂട്യൂബിൽ വന്നിട്ട് കുറെ ഇതുപോലത്തെ മൊമെന്റോ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് പിന്നെ ഹാളിലെ ഷോക്കേഴ്സിലും ഉണ്ട്. അപ്പൊ നമ്മളെ ലിവിങ് റൂമിൽ പിന്നെ നേരെ പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ ഉള്ളത്? നമ്മളെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയില്ല എല്ലാവരും. ഞങ്ങൾക്ക് ഇത് TV കാണുന്ന റൂമാണ് കേട്ടോ. നമുക്ക് പോയി നോക്കാം. പിന്നെ ബെഡ്റൂം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ. നമുക്ക് ആകെ 2 ബെഡ്റൂം ഉള്ളൂ. ഒന്ന് ഞങ്ങളെ ഈ ബെഡ്റൂം, ഒന്ന് പിന്നെ മോളൂനൊരു ബെഡ്റൂം. ഇൻഷാ അല്ലാ നമുക്ക് അല്ലേ ഭാവിയിൽ മേലക്കൊക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നടക്കുമോ നടക്കൂലേ എന്നറിയില്ല. നടക്കും, നടത്തണം. പിന്നെ നമ്മളതാ ഡ്രസ്സിങ് ടേബിള്. അപ്പൊ നമ്മളെ ഈ റൂമില് എന്താ ബാക്ക്ഗ്രൗണ്ടിൽ ഹൈലൈറ്റ് ചെയ്തു പറഞ്ഞില്ലേ ഒരു വാള്, ഇതാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ TV വാള്. TV വാള് പറയുമ്പോൾ TV ഉണ്ട്, വാളും ഉണ്ട്. പിന്നെ ദർശുവിന് തുറന്ന് കേടെടുത്താനും അലങ്കോല ആക്കിയിടാൻ ഒരു ഇതും കൊടുത്തുക്കണു അല്ലേ അമ്മ? അങ്ങനെ ഇതാട്ടോ എൻ്റെ ഫ്രണ്ട് TV. ചൈന ഏറെ ഇഷ്ടം. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ. പിന്നെ ഈ റൂമിന് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങി നമ്മൾ നേരെ എങ്ങോട്ടാ പോണത്? ഡൈനിങ് ടേബിൾ കാണിക്കാല്ലേ. അതും എല്ലാവരും കണ്ടത് തന്നെ. ഒന്നാലും ജസ്റ്റ് ഒന്നും കൂടിയും കാണുക. അപ്പൊ നമ്മളിങ്ങനെ പോരുന്ന വൈക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ എന്നാ സംഭവിച്ചൊരു സംഭവം ഉണ്ടല്ലേ. എന്താ മോളോ ഇത്? ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല, ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുമില്ല. ഞങ്ങൾക്ക് ഒരു പാർക്ക് ഞങ്ങളെ വീട്ടിലുണ്ടായില്ലേ. സംഭവം എല്ലാപാട് സെറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ആയതാണ്. ഇതുണ്ടാവും ഈ നമ്മളെ ഹാളിൽ കൊടുത്തിട്ടുള്ള ഹൈലൈറ്റ് വാൾ ഇതാണ് കേട്ടോ. ഇത് നമ്മളെ പെയിന്റിങ്ങുകാരൻ മുത്തുക്കാക്കുവിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ. ബാക്കി വന്ന പെയിൻ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് വെള്ളച്ചാട്ടം. അപ്പം നമ്മളിതിൻ്റെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ചോട്ടിൽ ഒരു ബെഞ്ചും കൊടുന്നിട്ട് ഇരിക്കാൻ. പിന്നെ വേറെ സംഭവം ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. എന്തിനാ അറിയാം, ഞാൻ പ്ലേ ബട്ടനൊക്കെ വെക്കണം എന്ന് വിചാരിച്ച് ഉണ്ടാക്കിച്ച സാധനമാണ്. അപ്പോൾ അതിൽ പ്ലേ ബട്ടനും അതുപോലെ മൊമെൻ്റ് ഒന്നും വെച്ചപ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തു നമുക്ക് ഇനി ഇവിടെ ചെടി കൊടുന്ന് വെക്കാം. അങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് കൊടുന്ന് വെച്ചപ്പോൾ പൊളിയായിട്ടോ. അപ്പോൾ പെയിൻറ്റിങ് ചെയ്തിട്ട് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാന്ന് എഴുതിയിട്ടാണ് ഇത്രയും കാലം വെക്കാതിരുന്നതിന്. ഇപ്പോൾ ഏതായാലും നല്ലൊരു പാർക്കിൻ്റെ ഒരു ഫീലായി. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അവിടുന്ന് ഇങ്ങനെ നീച്ചാൽ പിന്നെ എങ്ങനെയാണ് നമ്മളെ ഡൈനിങ് ടേബിൾ. ഇതാദ്യം വേറെ നിലക്കായി നിട്ടിരുന്നേ. അപ്പോൾ പിന്നെ പെയിൻറ്റൊക്കെ അടിച്ചപ്പോൾ പപ്പിയും ഒക്കെ എടുത്തുങ്ങാണ്ട് മാറ്റിയിട്ടു. പിന്നെ ഈ വീട്ടിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണിത്. ഇൻ്റി പപ്പൻ്റെ എഡിറ്റിംഗ് ഏരിയ. ഇവിടുന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ യൂട്യൂബിനും ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനും ഉള്ള എല്ലാ സംഭവത്തിനുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യൽ. പിന്നെ ഇവിടെ വാഷ് ബേസാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൈ കഴുകാൻ. അതിനാണല്ലോ നമ്മളത് ഉപയോഗിക്കുക. പിന്നെ ഇതാക്കണു ഇതൊക്കെ കിട്ടിയതാട്ടോ. അതൊക്കെ കിട്ടിയതാ. ഞാൻ പണ്ട് കലാരൻ്റെ അത്രക്കൊന്നുമില്ല. ഇങ്ങനെ ഉമ്മ കുറേയൊക്കെ എടുത്ത് വലിച്ചെറിയുകയും ചെയ്തേക്കണു. ഞാൻ ഒന്ന് ആലോചിച്ചൊക്കെ വലിച്ചെറിയേ. ഞാൻ കഷ്ടപ്പെട്ട് കളിച്ചുണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോളേ ഇത് ഋഷു ഫിഷിനെ വളർത്തണം എന്ന് പറഞ്ഞാണ്ട് വാങ്ങിയതാട്ടോ. അപ്പോൾ അവൻ്റെ മീൻ എന്നും ചാവും. അതിൽ ഞാനപ്പോൾ അതിലൊരു മണി പ്ലാന്റ് കൊടുന്ന് വെച്ചിരിക്കണം. മണി പ്ലാന്റ് ഇല്ലാത്തൊരു ഏരിയ നമ്മളെ വീട്ടിലില്ല അല്ലേ. നമ്മളെ മോളിന് കിട്ടിയതാണ്. പിന്നെ എനിക്ക് കിട്ടിയതുണ്ട് കേട്ടോ. കുറച്ച് കൊമൻ്റൊക്കെ എനിക്ക് കിട്ടിയതുണ്ട്. പിന്നെ ഇന്ത്യക്കാരിയൊക്കെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ പോന്നാൽ ഇവിടെ എൻ്റെ റൂമാണ്. എൻ്റെ റൂമിനോട് ചേർന്ന് നമുക്കൊരു ബാത്റൂമും ഉണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം ആദ്യം, എന്നിട്ട് എൻ്റെ റൂമിൽ പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ റൂം, എൻ്റെ ലോകത്ത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നൊക്കെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്. കുഞ്ഞ് ടേബിളാണ് കേട്ടോ. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ SSLCക്ക് full A+ വാങ്ങണത്. പഠിച്ചവന് ഒക്കെ പറയും ചേച്ചി. അവസാനം full A+ ഒന്നും ഇല്ലേലും ജയിച്ചാൽ മതിയായിരുന്നു. ഇതാണ് എൻ്റെ ബെഡ്. ഇതിൽ ഇഷ്ടമുള്ള ഒരാളുണ്ട് കേട്ടോ. ഇതാട്ടോ, ഇതിൻ്റെ പേരെന്താ അറിയോ? സ്വീറ്റ എന്നാണ് പേര്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അല്ലേ. ഉമ്മാക്കൊരു പുച്ഛഭാവട്ടോ ഇത് കണ്ടിട്ട്. പറയുമ്പോൾ എൻ്റെ കുട്ടിയാണിത്.
എന്താക്കണു ഇവിടെ ഉണ്ട് ഹൈലൈറ്റ് ആയിട്ടൊരു ചുമരെടുത്തുക്കണു. അപ്പോൾ മോളുവിൻ്റെ റൂമിൽ പിന്നെ നേരെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മളെ കിച്ചണും എല്ലാവരും കണ്ടു തന്നെയാണ്. പക്ഷേ പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ട് കുറച്ച് വ്യത്യാസമുണ്ട് അല്ലേ. ആദ്യം തന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട് അല്ലേ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ എന്താ കഴിക്കലോ അവിടെ കൊണ്ടുപോയി കഴിക്കലൊന്നുമില്ല. എന്നാൽ പിന്നെ എളുപ്പമാണല്ലോ. പിന്നെ ഇവിടെ നമുക്കൊരു പ്ലാന്റ് ഉണ്ട്. ഇതെന്തിനാ ശരിക്കും മെയിനായിട്ട് ഇവിടെ നമ്മൾ ഭംഗി ഉണ്ടാവാനും എല്ലാത്തിനും പാടെ വെച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഋഷുവിന് ഫോൺ വെക്കണമല്ലോ. ഭക്ഷണം കഴിക്കുമ്പോൾ മൂപ്പർക്ക് ഫോൺ കാണല്ലോ. അപ്പോൾ അത് ചാരി വെക്കാനുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ അടുക്കളയാണ് കേട്ടോ, ഒക്കെ ചെറുത് തന്നെയാണ്. ഞാൻ പറഞ്ഞ 1200 സ്ക്വയർ ഫീറ്റ് അറിയുമ്പോൾ എല്ലാം ചെറുത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ഓവൻ ഉണ്ട് അല്ലേ. പിന്നെ നമ്മുടെ വെറുതെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വെറുതെ ഒരു സാധനം കൊടുത്തിക്കുകയാണല്ലോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഗ്ലാസ്സുകളൊക്കെ കേട്ടോ, അതൊക്കെ നമ്മൾ യൂട്യൂബിന് വേണ്ടി വാങ്ങിയതാട്ടോ. യൂട്യൂബിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓരോ ഗ്ലാസ്സുകൾ വാങ്ങും. കുടിയിരുന്നപ്പോൾ ഇതിൽ നിറച്ച് ഗിഫ്റ്റ് കിട്ടിയതുണ്ടായിരുന്നു കേട്ടോ, ഗ്ലാസ്സുകൾ തന്നെ. അതൊക്കെ ഞങ്ങൾ ഉപയോഗിച്ച് പൊട്ടിക്കഴിഞ്ഞു. പിന്നെ യൂട്യൂബിന് വേണ്ടി വാങ്ങിയതാണ്. വാങ്ങുമ്പോൾ 6 ഉണ്ടാവും. ഇപ്പം എല്ലാം നോക്കിയാൽ 4 5 ഉണ്ടാവുള്ളൂ. എല്ലാം ഒന്ന് പൊട്ടിയിട്ടുണ്ടാവും. അത് സ്ഥിരമാണ് ഇവിടെ ഉള്ളത്. പിന്നെന്താന്ന് വെച്ചാൽ പിന്നെ ഇവിടെ കറണ്ട് അടുപ്പ് ഉണ്ട് കേട്ടോ. അത് കാണാനേ ഇപ്പോൾ പറ്റുള്ളൂ. കംപ്ലൈൻ്റ് ആയിട്ട് കുറേ ആയി. ആളെ വിളിച്ചിട്ട് ഇതുവരെ വന്ന് നേരാക്കി തന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ കാണാൻ അങ്ങനെ വെച്ചിരിക്കണ്. ഇവിടെ നമുക്കൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ടേബിളിൽ വെച്ചിരുന്നു. അപ്പോൾ ഋഷുവിൻ്റെ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ റിയാക്ഷനും റേഡിയേഷനൊക്കെ തട്ടിയിട്ട് ഇത് ഉണങ്ങിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ ഇത് ഇങ്ങോട്ട് മാറ്റി ഫോൺ വെക്കാൻ അങ്ങോട്ടൊരു സംഭവം ആക്കി വെച്ച് കൊടുത്തു. അപ്പോൾ പ്രശ്നം തീർന്നല്ലോ. പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഗ്യാസ് അടുപ്പ് നമ്മളിവിടെ അല്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കൽ. പിന്നെ നമ്മളെ മിക്സി ഉണ്ട് ഇവിടെ തൊട്ടപ്പുറത്ത് സുജാത. പിന്നെ കലണ്ടറും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ ഡേറ്റ് ഒക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ കലണ്ടറും ഉണ്ട്. പിന്നെ ഇവിടെ നമ്മളെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. പിന്നെ തൊട്ടിപ്പുറത്ത് ഫ്രിഡ്ജ് ടൂറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ചെയ്യാൻ പറ്റൂല അല്ലേ, അത് അപ്പുറത്തെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പുറത്ത് മീൻസ് നമ്മളെ നെഹാ സ്റ്റോറിയിൽ വേണമെന്നുണ്ടെങ്കിൽ കിച്ചൺ ടൂർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ ഫ്രിഡ്ജ് ടൂറൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ സംഭവങ്ങൾ. അതിലൊക്കെ സാധനമുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ചെയർ ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് ഈ റാക്കുമ്പോൾ കയറി എടുക്കും. എപ്പോഴും എടുക്കുന്ന സാധനങ്ങളല്ല, എന്നാലും ചിലതൊക്കെ ഉണ്ടേനും അങ്ങനെയുണ്ട്. പിന്നെ നമ്മളെ കിച്ചണിൻ്റെ ഹൈലൈറ്റ് അല്ലേ, വാൾ ഹൈലൈറ്റ് പൊളിയാണ് കേട്ടോ. എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമായിക്കണേ കണ്ടോ. ഇങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായി കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മുത്തുക്കാക്കൂൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമല്ലോ, അപ്പോൾ മാത്രമേ കേട്ടോ ഈ കിച്ചണിൽ കുക്ക് ചെയ്യലുള്ളൂ. അല്ലെങ്കിൽ വല്ല വെള്ളമൊക്കെ തിളപ്പിക്കാൻ ഈ അടുപ്പത്ത് കൊടുന്ന് വെക്കും. അല്ലെങ്കിൽ നമ്മളെ കുക്കിങ് മൊത്തം ഉള്ളത് അപ്പുറത്ത് വർക്ക് ഏരിയയിലാണ്. ഇത് സത്യം പറഞ്ഞാൽ ഗ്യാസ് അടുപ്പ് ഇവിടെ കൊടുന്ന് വെച്ചെന്നെ നെഹാ സ്റ്റോറി തുടങ്ങിയ ശേഷമാണ്. അവിടെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ലൈറ്റുമാണ്, നമ്മൾ ലൈറ്റൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഗ്യാസ് അടുപ്പ് വെച്ചത്. അപ്പോൾ നമ്മളെ വർക്ക് ഏരിയക്ക് പോകട്ടെ. അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വർക്കിംഗ് പ്ലേസിൻ്റെ മുത്താണ് കേട്ടോ. അത് എനിക്ക് ആ കിച്ചണാണ് ഇഷ്ടം. ഞാനും അതും തമ്മിൽ വലിയൊരു എന്താ പറയുക, ഭയങ്കര ഒരു ആത്മബന്ധമാണ്. അപ്പോൾ നമുക്ക് കാണാം ആത്മബന്ധമുള്ള കിച്ചണ്. പക്ഷേ സംഭവം ഞാനും ഈ വർക്ക് ഏരിയയും തമ്മിൽ ആത്മബന്ധം ഉണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വലിയ ബന്ധമല്ല. എന്താണെന്ന് വെച്ചാൽ പനിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നാണ് ശരിക്കും കിച്ചണിൽ കയറി. രാവിലെ കുറച്ച് പുട്ടുണ്ടാക്കി, ഇപ്പോൾ കഞ്ഞി ഉണ്ടാക്കി. ബാക്കി ഞാനിതിക്ക് കയറിയിട്ട് ദിവസങ്ങളായി തന്നെ പറയാം. പനിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ കഞ്ഞികൾ മീൻസ് കഞ്ഞിയാണ് കേട്ടോ കുടിക്കുന്നത്. പനിയാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഇവിടെ ഇല്ല. എന്നാലും നമുക്ക് നോക്കാമല്ലേ. നമ്മൾ വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ ഇതിട്ടിട്ടുണ്ട് കേട്ടോ, ടൈൽസ് ഇട്ടിട്ടുണ്ട് അല്ലേ. പിന്നെ ഏതാ ഇവിടെ ഇരിക്കാൻ 2 ചെയർ ഇട്ടിട്ടുണ്ട്. ഒന്നിൻ്റെ മേലെ ഒന്നാണ് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒന്ന് നല്ല ഹൈറ്റിൽ തന്നെ ഇരിക്കാമല്ലോ. പിന്നെ ഒരു ടേബിൾ ഉണ്ട് ഇവിടെ പാത്രങ്ങളൊക്കെ വെക്കാൻ. പിന്നെ ഇത് നമുക്ക് കണ്ടെയ്നേഴ്സൊക്കെ വെക്കാൻ ഇവിടെ ഉണ്ട് സംഭവം. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ് അടുപ്പാട്ടത്. പിന്നെ തൊട്ടപ്പുറത്ത് റൈസ് കുക്കർ ഉണ്ട്. പിന്നെ കണ്ട എണ്ണ ഉപ്പൊക്കെ വെക്കാൻ കണ്ട എണ്ണാനപ്പോൾ കണ്ടത് തുറന്ന് വെച്ചിരിക്കണം. എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അതേപോലെ ഉപ്പ് വെക്കണ സ്ഥലമാട്ടോ. അത് ഇതുണ്ടോ നമ്മളെ ഇച്ചുക്കുട്ടി ഓന് കഞ്ഞി കുടിച്ച മുളക് പൊടി കലക്കി വെച്ച് പോയിക്കാണ്. എടുത്തിട്ടില്ല തോന്നുന്നുണ്ട്. നല്ല എരിവ് ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ ചാമ്പക്ക ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് തിന്നു. നമുക്ക് പാത്രം കഴുകി കഴിഞ്ഞ് നേരെ ഇവിടെ തന്നെ വെക്കാം. അപ്പം അത്രയും കുഞ്ഞു വർക്ക് ഏരിയയാണ് കേട്ടോ. പക്ഷെ എൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യാനുള്ള എല്ലാ സാധനം നമുക്ക് ഇവിടെ തന്നെ നമ്മളെ കയ്യെത്തും ദൂരത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പത്തുനിന്ന് കുക്ക് ചെയ്യുന്നു, പാത്രം ഇവിടെ കഴുകുന്നു, പിന്നെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കുന്നു. ഇപ്പം പരിപാടി കഴിയും. എനിക്കിഷ്ടമാണ് ഈ കിച്ചണ്. എന്താണെന്ന് പറയുക, നമ്മളെ പരിപാടി വേഗം കഴിയും. ഇനിയിപ്പോൾ എത്ര വയ്യെങ്കിലും ഈ ഒരു ഇട്ടാവട്ടത്തിൽ നിന്ന് 2 കറക്കങ്ങോട്ട് കറങ്ങിയാൽ മതി, സംഭവം റെഡിയായി. ഷർട്ട് ഇടാത്തതുകൊണ്ട് മാറിക്കട്ടെ ഞങ്ങൾ വീഡിയോ എടുക്കണ നേരം നോക്കി. അപ്പോൾ ഇവിടുന്ന് ഞാൻ തുറന്നാൽ നമ്മളെ ബാക്ക് സൈഡ് ഇട്ടോ കിച്ചൺ വശം.
ഇനി ഒരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ മുകളിൽ റൂമായിട്ടൊന്നുമില്ല, പക്ഷെ നമ്മളെ വാഷിംഗ് മെഷീൻ വെക്കാനും പിന്നെ അതേപോലെ അയൺ ചെയ്യാനും തുണികൾ വിരിച്ചിടാനൊക്കെ പറ്റിയൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടിയും കാണാം അല്ലേ. അതോടുകൂടി നമ്മളെ ഹോം ടൂർ കഴിഞ്ഞു. അപ്പോൾ കള്ളന്മാർക്കൊക്കെ ഇനിയിപ്പോൾ എളുപ്പമായി ഇങ്ങോട്ട് വന്ന് സാധനങ്ങളൊക്കെ എടുത്തുണ്ടാവുക. പിന്നെ മേലേക്ക് പോകാനുള്ള വഴിയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടൊരു ജനലുണ്ട് കേട്ടോ. ഗ്ലാസ് ഇട്ടിട്ടില്ലെങ്കിലും എന്തായാലും കിളി പൊയ്ക്കാണ് കുട്ടികളെ. സത്യം പറഞ്ഞാൽ ജലദോഷവും പനിയും ഒക്കെ പോയിട്ട് എന്തൊക്കെ പറയേണ്ടതെന്ന് തന്നെ നിശ്ചയമില്ല. കുറേ ദിവസങ്ങൾ അതാ വീഡിയോ ഇടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്നും വീഡിയോ ഇടണം, എന്നും അല്ല ആഴ്ചയിൽ ചുരുങ്ങിയത് 2 വീഡിയോകൾ ഇടണം എന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ വരി, ഇതും എൻ്റെ വർക്കിംഗ് പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്, തുണികൾ വിരിച്ചിടുന്നത് ഇവിടെയാണ്, പിന്നെ അയൺ ചെയ്യണത് ഇവിടെയാണ്, പിന്നെ വേണ്ടാത്ത സാധനങ്ങൾ മീൻസ് നമ്മളെ ചലഞ്ചൊക്കെ ചെയ്യുമ്പോൾ വേണ്ട ബോക്സുകൾ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇവിടെയാണ് കേട്ടോ വെച്ചിക്കണേ. പിന്നെ തലയണ എന്തിനാ അറിയണേ, ക്ലോക്ക് പെയിന്റ് അടിച്ചപ്പോൾ അയച്ചു വെച്ചതാണ്, ഇതുവരെ വെച്ചിട്ടില്ല, അതുവരെ ഇവിടെ കൊടുന്ന് വെച്ചിക്കണേ. പിന്നെ നമ്മൾ റിഷുവിൻ്റെ ബാഗ്, സ്കൂൾ ബാഗും മദ്രസത്തെ ബാഗും ഒക്കെ, പിന്നെ നമ്മൾ പണ്ട് വാങ്ങിയ ലൈറ്റാണ് കേട്ടോ. മെഷീനിൽ തുണികൾ ഇട്ടിട്ടുണ്ട്, പക്ഷെ എടുത്ത് തോരയിട്ടിട്ടില്ല. ഇനി തോരയിടണം, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് തോരയിടാം അല്ലേ. കേട്ടോ, അങ്ങനെ നമ്മളെ വീടൊക്കെ കാണിച്ച് കഴിഞ്ഞൂലേ. അപ്പൊ ഇതാണ് നമ്മളെ കുഞ്ഞു സ്വർഗം അല്ലേ, നമ്മളെ കൊച്ചു ഫാമിലിന്റെ കൊച്ചു സ്വർഗം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ കുറേ കാലമായിട്ട് ഞങ്ങൾ ചോദിച്ചിരുന്നു അല്ലേ ഹോം ടൂർ. അപ്പോൾ ഞങ്ങൾ പെയിന്റ് അടിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ലേറ്റ് ആയത്. കാരണം 7 വർഷമായിട്ട് ഞങ്ങൾ കൂടിയിരുന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് പെയിന്റ് അടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിഷു ചെറിയ കുട്ടിയാണല്ലോ, അവൻ്റെ കൈയിൻ്റെ വളർച്ചയൊക്കെ ചുമരുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം ചെറിയ സൈക്കിൾ വാങ്ങി, പിന്നെ അത് കഴിഞ്ഞ് വലുത് വാങ്ങി, അതൊക്കെ അതിൻ്റെ ഉള്ളിലാണ് ഓടിച്ചത്. അപ്പോൾ അതൊക്കെ ചുമരുമ്പോൾ കാണാണ്ടായിരുന്നു. അപ്പോൾ ചുമര് വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ ഹോം ടൂർ ചെയ്തു അല്ലേ. അപ്പോൾ നിങ്ങളെ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ അല്ലെങ്കിൽ വീട് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ഇനി നമ്മൾ നന്നാവുകയാണ്. വീഡിയോ ഒക്കെ എന്നും ഇടും കേട്ടോ. വീഡിയോ ഒക്കെ എന്നും ഇടൂല ആഴ്ചയിൽ 2 വീഡിയോ എന്തായാലും. എന്താ പറയാ, നമ്മൾ മനഃപൂർവ്വം അല്ല കേട്ടോ ഇടാത്ത. മോള് രാവിലെ പോയി കഴിഞ്ഞാൽ എപ്പോഴാ വരിക അറിയോ, 7 മണിയാവും. എന്നിട്ട് റിഷുവിന് ഓളെ കാണുമ്പോൾ ഇഷ്ടം കൊണ്ടില്ലേ വികൃതിയാട്ടും കണ്ടാണ്ടല്ലോ മണ്ടി ഇങ്ങനെ വരുന്നിട്ട് 2 പൊട്ടി ഇഷ്ടം കാട്ടുകയാണ്. കാരണം രാവിലെ പോയിട്ട് പിന്നെ ഓള് വരുന്നത് 7 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ ഓന് ഇഷ്ടം കാട്ടാണോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഇങ്ങനെ ഇഷ്ടം കാട്ടണ, കളിപ്പിച്ചൂടെ, എന്താ ഓൾ ചെറിയ കുട്ടിയെ കളിപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ ഓൾ ഇവിടെ ഉണ്ടാവില്ല. പിന്നെ എനിക്കാണെങ്കിൽ പനിയൊക്കെ ഉണ്ട്. പക്ഷെ ഇനി ഞങ്ങൾ നന്നാവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സ്കിറ്റ് ആക്കാൻ വരുന്നുണ്ടാവുക. നമ്മൾ പകുതി വഴിയിൽ ഉപേക്ഷിച്ച സ്കിറ്റാണല്ലേ ട്രാൻസ്ജെൻഡർ. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് നമ്മൾ എടുത്തത് അതന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യണം, ചലഞ്ച്, സ്കിറ്റ്, എന്തൊക്കെ വേണം. പിന്നെ നമ്മുടെ നെഹ സ്റ്റോറി ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് വ്ളോഗ്സും കാണാം. ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ, ഞങ്ങളെ ഫോട്ടോസ് ഒക്കെ അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റും ചെയ്യുക. പിന്നെ എന്താ മുത്തുമണികളെ, എല്ലാവർക്കും സുഖല്ലേ? കുറേ ഒരു അകലം വന്ന പോലെ അല്ലേ നമുക്ക്. എന്താ വീഡിയോ ഒന്നും ഇടായിട്ടേ. എന്താണേലും നമുക്ക് ഇനി എല്ലാവർക്കും നന്നായി വീഡിയോ ഒക്കെ ചെയ്യാം. നിങ്ങൾ നന്നായി വീഡിയോ കാണും ചെയ്യാം. അത്രയും കാലം വീഡിയോ ഇടായിട്ട് ഇനി നമ്മൾ കാണുന്നില്ലെങ്കിലോ ഭയങ്കര സങ്കടാക്കറല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇനി നന്നാവാം. ഞങ്ങൾ വീഡിയോ ഇടും, നമ്മൾ വീഡിയോ കാണുന്നിട്ട് കമൻറ്റ് ചെയ്യട്ടെ. പിന്നെ ഞങ്ങൾക്ക് എങ്ങനത്തെ സ്കിറ്റൊക്കെ വേണ്ട ഒക്കെ പറയുന്നുണ്ട്, നമ്മളൊക്കെ ഇനി ട്രൈ ചെയ്യൂലേ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.